അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ബിസിനസ് എത്തിക്സ് എന്താണെന്നും അതിന്റെ ഓവർവ്യൂ നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ അതിന്റെ റിലവൻസും നീഡും ഇമ്പോർട്ടൻസും ഒക്കെ നമ്മൾ പറഞ്ഞു വെച്ചു. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ ഈ പറഞ്ഞ ബിസിനസ് എത്തിക്സിനെ അതിന്റെ സ്റ്റഡി അല്ലെങ്കിൽ ബിസിനസ് എത്തിക്സ് മറ്റുള്ള ഈ പറഞ്ഞതുപോലെ ബിസിനസ് പഠിച്ചിറങ്ങുന്ന അല്ലെങ്കിൽ MBA ഒക്കെ പഠിച്ചിറങ്ങുന്ന ബിസിനസ് എക്സിക്യൂട്ടീവായി പഠിച്ചിറങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തികളിലേക്ക് എത്തുന്നതിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ അത് ഈ ഒരു ബിസിനസ് എത്തിക്സ് ഒരു സ്റ്റഡി ആയിട്ട് നിലനിർത്തുക എന്നുള്ളതിന്റെ പ്രാധാന്യവും അതെന്താണ് ആ ഒരു ആർഗ്യുമെന്റുമായിട്ട് മുന്നോട്ട് വരുന്നതെന്നും ഒരു അത് ശക്തമായി കൊണ്ട് ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ അതൊരു പ്രധാന ടോപ്പിക്കായി മാറുകയും അതിന്റെ മേലുള്ള ചർച്ചകളും അതിനെ ഓപ്പോസ് ചെയ്യുന്ന അതിനെ ഈ പറയുന്ന പോലെ എത്തിക്സ് എന്ന് പറയുന്നത് ബിസിനസ്സിൽ ഇല്ല എന്ന് വാദിക്കുന്നവരുടെയും അത് ബിസിനസ്സിൽ ഉണ്ട് എന്ന് വാദിക്കുന്നവരുടെയും ഒക്കെ ഡിസ്കഷനുകളും ചർച്ചകളും എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ഈ ഒരു ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ എന്താണ് റെലവൻസ് ഓഫ് ബിസിനസ് എത്തിക്സ് എഡ്യൂക്കേഷൻ, ബിസിനസ് എത്തിക് എഡ്യൂക്കേഷന്റെ റിലവൻസ്, അതിന്റെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊന്ന് ഷെയർ ഹോൾഡേഴ്സ് അപ്രോച്ചും. നമ്മൾ പറഞ്ഞു ഇതിൽ രണ്ട് അപ്രോച്ച് ഉണ്ട്. എത്തിക്സ് സ്റ്റഡി ചെയ്യണമെന്ന് പറയുന്ന അപ്രോച്ച് ഉണ്ട്, ചെയ്യണ്ടെന്ന് പറയുന്ന അപ്രോച്ച് ഉണ്ട്. ഈ രണ്ട് അപ്രോച്ചും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട്. ആ ഒരു അപ്രോച്ചുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് എന്തൊക്കെയാണ്, അത് പ്രധാന വാദങ്ങളും അതിന്റെ പ്രതിവാദങ്ങളും എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ടോപ്പിൽ ഡിസ്കസ് ചെയ്യുന്നു. അതോടുകൂടി ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്യുന്നു. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് പാർട്ടിലേക്ക് കിടക്കുകയാണ്, ഈ പറഞ്ഞ ബിസിനസ് എത്തിക്സ് ഇൻ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് കരിക്കുലം. അപ്പം മാനേജ്മെന്റ് കരിക്കുലത്തിൽ നമ്മൾ ബിസിനസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ബിസിനസ് എത്തിക്സിന്റെ എഡ്യൂക്കേഷന്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അത് എങ്ങനെയാണ് കടന്നു വന്നത് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു 20th സെഞ്ചുറിയിലാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ബിസിനസ് എത്തിക്സിന് ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്, എസ്പെഷ്യലി ആഫ്റ്റർ ഫസ്റ്റ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ് ബിസിനസ്സുകളൊക്കെ ഒരു എല്ലാ ഇൻഡസ്ട്രിയും തകർന്ന് നിൽക്കുന്ന സമയങ്ങളിലാണ് ഇതിന്റെ ഒരു പ്രാധാന്യം, എത്തിക്സിനെ പറ്റി പഠിക്കണം എന്ന ചർച്ചകൾ നമ്മൾ ഈ പറയുന്ന ബിസിനസ് വേൾഡിൽ നടക്കുന്നത്. അപ്പോ നമുക്കറിയാം അന്നത്തെ കാലത്ത് തന്നെ ഏകദേശം 1600കളിൽ സെറ്റപ്പ് ചെയ്ത ഒരു മഹത്തായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹാർവാർഡ് ബിസിനസ് സ്കൂൾ എന്ന് പറയാം. അപ്പോ അത്രയും പഴക്കം ചെന്ന ഒരു ഹാർവാർഡ് സ്ഥാപനം ഒരു ലോ സ്കൂൾ ആണ് എങ്കിൽ പോലും ബിസിനസ് സ്കൂൾ ലോയിലാണ് അത് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് എങ്കിൽ പോലും അതൊരു ബിസിനസ് സ്കൂൾ എന്ന മേഖലയിലും വളരെയധികം എമിനന്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോ ഇങ്ങനെ ഈ ഒരു ബിസിനസ് സ്ഥാപനത്തിലെ അല്ലെങ്കിൽ ഈ ഒരു ഹാർവാർഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹാർവാർഡ് ബിസിനസ് സ്കൂളിലെ തന്നെ ഡീനായിരുന്ന 1918 ഡീനായിരുന്ന പ്രൊഫസർ വില്യം ഡൻഹാം, അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, ഹാർവാർഡിൽ അല്ലെങ്കിൽ അദ്ദേഹമാണ് എഡ്യൂക്കേഷൻ മേഖലയിൽ അല്ലെങ്കിൽ ബിസിനസിനെ പറ്റി പഠിച്ചിറങ്ങുന്ന ആളുകൾക്കായിട്ട് ബിസിനസ് എത്തിക്കൽ എഡ്യൂക്കേഷൻ കൃത്യമായി കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ചിന്ത പ്രകാരം എന്താണ്, നമ്മൾ മതങ്ങളിലൂടെയും അല്ലെങ്കിൽ നമ്മൾ നിയമങ്ങളിലൂടെയൊക്കെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ റിലീജിയസ് ആൻഡ് ലോ റെഗുലേറ്ററി സ്ക്രിപ്റ്റേഴ്സുകളിലൂടെ ബുക്കുകളിലൊക്കെ പഠിക്കുന്ന വാല്യൂസുകൾക്ക് അങ്ങനെ പഠിക്കേണ്ട കാലം കഴിഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സോഷ്യൽ സിറ്റുവേഷൻസുകളാണ്. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണ്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലുള്ള ഒരു ഏരിയ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വളരെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് ഇത്തരത്തിലുള്ള ചെറിയ ഈ പറയുന്ന പോലെ സ്ക്രിപ്റ്റേഴ്സിൽ നിന്നും റിലീജിയസ് ആയിട്ടുള്ള ബുക്കുകളിൽ നിന്നൊക്കെ ഡിസിഷൻ മേക്കിങ്ങിന്റെ അല്ലെങ്കിൽ എത്തിക്കൽ വാല്യൂസിനെ പറ്റി പരിഗണിച്ചുകൊണ്ട് ബിസിനസ് നടത്തുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വാദം. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇതൊരു എഡ്യൂക്കേഷൻ ആയിക്കൊണ്ട് ഹാർവാർഡിൽ വേണം, അല്ലെങ്കിൽ ഗ്ലോബൽ ലെവലിൽ തന്നെ ഇതിനൊരു എഡ്യൂക്കേഷണൽ അപ്രോച്ച് ഉണ്ടാവണം, ഇതിന്റെ മേഖലയിൽ നല്ല രീതിയിൽ തന്നെ ഒരു സ്റ്റഡി നടത്തണം എന്നൊരു തീരുമാനം വരികയും അത് ഏകദേശം 1935 വരെ ഒരു കോഴ്സ് എന്ന നിലയിൽ തന്നെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഈ പറയുന്ന സ്റ്റഡി നടക്കുകയുണ്ടായി. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേക റീസൺ കാരണം അല്ലെങ്കിൽ ഇതിനെ പ്രതിവാദിച്ചുകൊണ്ട് ഒരുപാട് ബിസിനസ് ടൈക്കൂണുകൾ എന്ത് ചെയ്യുന്നുണ്ട് ആ സമയത്ത് എമർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള പ്രഷറുകളൊക്കെ കൊണ്ട് എന്ത് ചെയ്യേണ്ടി വന്നു, അദ്ദേഹത്തിന് ഈ കോഴ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിനല്ല ഈ പറയുന്ന ഹാർവാർഡ് ബിസിനസ് സ്കൂളിന് അതിനെ ഡ്രോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. പിന്നീട്
1958 ബിസിനസ് സൊസൈറ്റി ആൻഡ് ഇൻഡിവിജ്വൽ എന്നൊരു പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോഴ്സ് വേറൊരു തരത്തിൽ എത്തിക്സ് തന്നെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ പോലും വേറൊരു പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നീട് അങ്ങോട്ട് ഫർദർ ആയിട്ട് ഇതിലേക്ക് ഒരു എക്സ്പ്ലോഷൻ നടക്കുകയും, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ഒരു മേഖലയിൽ വളരെ വലിയ തരത്തിലുള്ള ആർഗ്യുമെന്റുകളും ചർച്ചകളും ഡിബേറ്റുകളൊക്കെ നടന്നുകൊണ്ട് ഇത് വ്യത്യസ്ത കോഴ്സുകളായിക്കൊണ്ട് ഹാർവർഡ് ബിസിനസ് സ്കൂളുകളിൽ ഒരു എലക്റ്റീവ് ആയിക്കൊണ്ടും, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് സ്റ്റഡി ഓഫ് ഏരിയ ആയിക്കൊണ്ടൊക്കെ ഇതിൽ വ്യത്യസ്ത ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഈ പറയുന്ന സ്റ്റഡികളൊക്കെ നടക്കാൻ തുടങ്ങി. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ബിസിനസ് എത്തിക്സിന്റെ എഡ്യൂക്കേഷന്റെ ഒരു ഇവല്യൂഷൻ സംഭവിക്കുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞതുപോലെ ബിസിനസ് എത്തിക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ബിസിനസിന് പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് പഠിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കുന്ന ആളുകൾ, ബിസിനസ് എത്തിക്സ് കൂടി അവരെ പഠിപ്പിക്കണം എന്ന് വാദിക്കുന്നത് കൊണ്ടാണല്ലോ ഈ പറഞ്ഞതുപോലെ ഓരോ സ്ഥാപനങ്ങളിലും ബിസിനസിന്റെ കൂടെ ഈ ബിസിനസ് എത്തിക്സും അത് പഠിപ്പിക്കാൻ തുടങ്ങിയത്. ഓക്കെ. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഇതിനെ ഓപ്പോസ് ചെയ്യുന്ന ചില കമ്പനികൾ ഉണ്ടായി. ഓക്കെ. കാരണം ചില കമ്പനികൾ ഇവർ പഠിപ്പിക്കുന്നത് നിങ്ങൾ സോഷ്യൽ എത്തിക്സിൽ പഠിപ്പിക്കുന്നതാണ്. ഒരുപാട് വാല്യൂസുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ വാല്യൂസുകൾ സൊസൈറ്റിയുടെ പരിഗണിക്കണം, മറ്റു പല ഈ ഫാക്ടേഴ്സിനെ പരിഗണിച്ച് വേണം നിങ്ങൾ ബിസിനസ് നടത്താൻ എന്ന് പറയുന്നു. പക്ഷെ അതേ സമയത്ത് കമ്പനികളിലേക്ക് കിട്ടുന്ന റിസൾട്ട്, അല്ലെങ്കിൽ ഇവർ പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് കമ്പനികൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അത്രയും സൊസൈറ്റിയെ ഫോക്കസ് ചെയ്യുന്നവരായിരിക്കും, കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്തിനെ ഫോക്കസ് ചെയ്യുന്നവരാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി ഈ പറയുന്ന തിയറിയോട്, അല്ലെങ്കിൽ ബിസിനസ് എഡ്യൂക്കേഷൻ ബിസിനസിന്റെ മാനേജ്മെന്റ് എഡ്യൂക്കേഷനിലേക്ക് ഉൾപ്പെടുത്തണം, അതിന്റെ കരിക്കുലത്തിലേക്ക് ഉൾപ്പെടുത്തണം എന്ന ആ ഒരു തീരുമാനത്തെ ഓപ്പോസ് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവും. എസ്പെഷ്യലി എന്റർപ്രണേഴ്സിന്റെ എന്താണ് എന്റർപ്രണറിയൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബിസിനസ് നടത്താൻ ആഗ്രഹിക്കുന്ന, പ്രോഫിറ്റ് മേക്കിംഗ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന, ലാർജ് ലെവൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ സപ്പോർട്ടോടുകൂടി, അവരുടെ ഫണ്ടിങ്ങോടുകൂടി ഒരുപാട് എക്കണോമിസ്റ്റുകൾ ഇതിനെ ഓപ്പോസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇതിനെ ആ രീതിയിൽ തന്നെ കാണുന്ന ഒരുപാട് എക്കണോമിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഓപ്പോസിറ്റ് പറയുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് ചർച്ചകൾ നടക്കുകയും ഇതേപോലെ ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് ഡിബേറ്റുകൾ നടന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന ബിസിനസ് എത്തിക്കൽ എഡ്യൂക്കേഷൻ ഇൻ മാനേജ്മെന്റ് കരിക്കുലം എന്ന് പറയാം. അപ്പോൾ മാനേജ്മെന്റ് കരിക്കുലത്തിൽ ബിസിനസ് എത്തിക്കൽ എഡ്യൂക്കേഷൻ വേണോ വേണ്ടയോ, വേണമെന്ന് പറയുന്ന കുറെ പേർ, വേണ്ട എന്ന് പറയുന്ന കുറെ പേർ. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു വടംവലി നടക്കുന്ന സമയമാണ്. പക്ഷെ അതേ സമയത്ത് ഈ ഒരു ഡിബേറ്റ് നടന്ന 1990 കഴിഞ്ഞു, 1999, 2000, 2000ന്റെ തുടക്കം, 2000 അല്ലെങ്കിൽ 2000 മുതൽ 2008 വരെ ഉള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വേൾഡ് ലെവലിൽ തന്നെ ഏറ്റവും ഇന്നേവരെ കണ്ടിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടമായിരുന്നു. ഓക്കെ. അപ്പോ അത് അമേരിക്കയിൽ തുടങ്ങി, അമേരിക്കയിലെ ഒരു ഹൗസിംഗ് സെക്ടറിൽ തുടങ്ങി, അത് ഗ്ലോബലിൽ തന്നെ അതിന് അമേരിക്കയുടെ ഡോളർ പെഗ് ചെയ്തിട്ടുള്ള, ഡോളറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മറ്റ് എക്കോണമിയൊക്കെ ബാധിച്ചു. അതെല്ലാം തായ്ലൻഡ്, മലേഷ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ അങ്ങനെ പെഗ് ചെയ്തിട്ടുള്ള, സിംഗപ്പൂരൊക്കെ ഇങ്ങനെ ഡോളറിനെ പെഗ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പോ അങ്ങനെ ഒരു വേൾഡ് ക്രൈസിസ് ഉണ്ടായ സമയത്ത് ആ ക്രൈസിസിന്റെ എല്ലാത്തിന്റെയും കാരണം ഈ പറയുന്നത് പോലെ എത്തിക്സ് ഇല്ലാത്തതാണ് എന്ന്, അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന സമയത്ത് അതിന് എത്തിക്സ് ഇല്ലാതെ നടത്തിയ ബിസിനസ്സുകളാണ് ഈ പറയുന്ന ഇത്രയും വലിയൊരു ക്രൈസിസിന് കാരണമായത് എന്നത് കൊണ്ട് തന്നെ ഗ്ലോബൽ ലെവലിൽ ഒരുപാട് കമ്പനികൾ തന്നെ, ഈവൻ കമ്പനികൾ പോലും നേരിട്ട് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബിസിനസ് സ്കൂളുകളെയൊക്കെ, അല്ലെങ്കിൽ വേൾഡ് ലെവലിൽ അറിയപ്പെടുന്ന ഐ ലീഗ് ലെവലിലുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ഫോഴ്സ് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ ഇങ്ങനെ ഒരു കോഴ്സ് ഉൾപ്പെടുത്തണം, ബിസിനസ് സ്റ്റഡി ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഈ ഒരു കോഴ്സ് നിങ്ങൾ കൃത്യമായി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് കൂടുതലായിട്ടുള്ള സ്റ്റഡികളും മെത്തഡോളജികളൊക്കെ അഡോപ്റ്റ് ചെയ്യാനും എക്കണോമിസ്റ്റുകളൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ട്, ഫണ്ട് ചെയ്തുകൊണ്ട് ഒരു വളരെയധികം ലാർജ് ലെവലിലുള്ള, ഇമ്മൻസ് ലെവലിലുള്ള ഒരു മൂവ്മെന്റ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. അപ്പോ ഈ ഒരു സ്കാൻഡൽ, അല്ലെങ്കിൽ സ്കാമുകളൊക്കെ നടക്കുന്ന, അല്ലെങ്കിൽ സ്കാൻഡൽ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പറഞ്ഞ പോലെ ഈ അഴിമതി, കുംഭകോണം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിപ്പോ അതിന്റെ ഇംഗ്ലീഷ് വേർഡുകളാണ് സ്കാമും സ്കാൻഡലൊക്കെ. ഓക്കെ. അപ്പോ ഇത്തരത്തിലുള്ള ലാർജ് ലെവലിൽ ഒരു കൊളാപ്സ്, എക്കണോമിക് കൊളാപ്സ് ഒക്കെ നടന്നതിന്റെ പ്രധാന കാരണം, ഓക്കെ, പ്രധാന കാരണം ടോക്സിക് ആയിട്ടുള്ള സയന്റിഫിക് എഡ്യൂക്കേഷൻസുകളാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
ഓക്കെ. അപ്പൊ അങ്ങനെ ആ ഒരു വാദവുമായിട്ട് മുന്നോട്ട് വരുന്നത് 1994 നമ്മളുടെ ഈ പറഞ്ഞ ഹാർവാർഡ് ബിസിനസ് സ്കൂളിലെ ഒരു പ്രൊഫസർ ആയിരുന്ന പ്രൊഫസർ സുമാന്ത്രയാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ബുക്കിലൂടെ ഈ ഒരു കാര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളിലൂടെയൊക്കെ ഈ ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ആർഗ്യുമെന്റ് വെക്കുന്നത്. അപ്പോൾ ടോക്സിക് ആയിട്ടുള്ള നമ്മൾ പറയാം ബിസിനസിന്റെ നമ്മൾ ബിസിനസ്സിൽ പഠിക്കുന്ന സമയത്ത്, ബിസിനസിന്റെ പോളിസികൾ പഠിക്കുന്ന സമയത്ത്, ബിസിനസിന്റെ പ്രിൻസിപ്പിൾസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം പഠിക്കുന്നതാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസേഷൻ ആണ് അൾട്ടിമേറ്റ് എയിം ഓഫ് ദി മാനേജ്മെന്റ്. അല്ലെങ്കിൽ മാനേജ്മെന്റ് അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ്, ഷെയർ ഹോൾഡേഴ്സിന്റെ അല്ലെങ്കിൽ അതിലേക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അതിന്റെ ഓണേഴ്സിന്റെ വെൽത്തിനെ പരമാവധി കൂട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ ഒരുപാട് ഇൻക്രീസ് ചെയ്യിക്കുക, അതിനെ പരമാവധി ഏറ്റവും ഉയരത്തിലേക്ക് ഏറ്റവും മാക്സിമൈസ് ചെയ്ത് റിസൾട്ട് കൊടുക്കുക എന്നത് മാത്രമാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് മേക്കിംഗ് എന്നത് മാത്രമാണ് അവർ അൾട്ടിമേറ്റ് എയിം എന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പിന്നെയും അടിവരയിട്ട് പഠിക്കുന്നത്. അതാണ് നമ്മൾ സയന്റിഫിക് എഡ്യൂക്കേഷണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ സയന്റിഫിക് മോഡലിലൂടെ നമ്മൾ ബിസിനസിനെ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഈ ഒരു ചലഞ്ച് എന്ന് പറയാം. അപ്പൊ ഇതാണ് ഇത്തരത്തിലുള്ള ഒരു ടോക്സിക് ആയിട്ടുള്ള രീതിയിൽ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് കമ്പനികളെ പ്രേരിപ്പിക്കുന്നത്. ഇപ്പൊ അമേരിക്കയിൽ ഹൗസിംഗ് സെക്ടറിൽ ബൂം ഉണ്ടാവാൻ കാരണം കൃത്യമായിട്ട് ഒരു ബാങ്ക് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ബാങ്ക് ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി കീപ്പ് ചെയ്യാതെ ലോൺ കൊടുത്തതാണ് ഇത്തരത്തിലുള്ള ഒരു വലിയൊരു കൊളാപ്സിലേക്ക് പോയത്. അപ്പൊ അവിടെ ഒരു എത്തിക്സിന്റെ, ബിസിനസിന്റെ ചെയ്യേണ്ട എത്തിക്സിനെ ഫോളോ അപ്പ് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ എത്തിക്കൽ ഫെയിലിയർ ആണ് എന്നാണ് അവിടെ മിക്ക എക്കണോമിസ്റ്റുകളും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോഴ്സ് വന്നതോടുകൂടി, അല്ലെങ്കിൽ ഈ ഒരു പ്രഷർ വന്നതോടുകൂടി കമ്പനികൾക്കും പല യൂണിവേഴ്സിറ്റികളും ഈ കോഴ്സുകളെ വളരെയധികം സീരിയസ് ആയിട്ട് പരിഗണിക്കുകയും ഒരുപാട് എക്കണോമിസ്റ്റുകൾ ഇതിനെ അനുകൂലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കോഴ്സ് കൊണ്ടുവരണം, നിർബന്ധിക്കണം, ഈ എത്തിക്കൽ ഫെയിലിയർ ആണ് ഉണ്ടായിട്ടുള്ളത്, ടോക്സിസിറ്റിയാണ് ബിസിനസ് മാനേജ്മെന്റിൽ പഠിച്ചിറങ്ങുന്ന ഓരോരുത്തരും പഠിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ടീച്ചിങ് എന്ന് പറയുന്നതെല്ലാം ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം അപകടകരമായിട്ടുള്ള രീതിയിൽ പ്രോഫിറ്റിനെ ജനറേറ്റ് ചെയ്യാൻ ഏതറ്റം വരെയും പോവുക എന്ന രീതിയിലേക്കാണ് അധിക പ്രൊഫസേഴ്സും അതിനെ, അല്ലെങ്കിൽ അധിക കരിക്കലവും അവരെ പഠിപ്പിക്കുന്നത് എന്നൊക്കെയാണ് ഇവർ അല്ലെങ്കിൽ ഈ എക്കണോമിസ്റ്റുകൾ മുന്നോട്ട് വെച്ച വാദം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അന്നത്തെ എതിരാളികൾ പോലും, അല്ലെങ്കിൽ ഇതിനെ എന്താണ് ഓപ്പോസ് ചെയ്ത ആളുകൾ പോലും ഇതിനെ അനുകൂലിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെന്റ് ആയിരുന്നു, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇപ്പോഴത്തെ ഡീൻ ആയിട്ടുള്ള രാകേഷ് ഖുറാന, അല്ലെങ്കിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോഴത്തെ ഡീൻ ആയിട്ടുള്ള രാകേഷ് ഖുറാന എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ഹയർ എയിംസ് ടു ഹയർഡ് ഹാൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഫണ്ടമെന്റലിസ്റ്റുകൾ, അതായത് മാർക്കറ്റ് ഫണ്ടമെന്റലിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിന് എല്ലാത്തിനും സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും എന്ന് വിശ്വസിക്കുന്നവരാണ് മാർക്കറ്റ് ഫണ്ടമെന്റലിസ്റ്റുകൾ എന്ന് പറയാം. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പൊ ഈ ഫണ്ടമെന്റലിസ്റ്റുകളുടെ പ്രധാന ആർഗ്യുമെന്റ് എന്തായിരുന്നു, എല്ലാ എക്കണോമിക്കൽ പ്രോബ്ലം ആയിക്കോട്ടെ, സോഷ്യൽ പ്രോബ്ലം ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ള പ്രോബ്ലത്തിനും മാർക്കറ്റിന്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കോർപ്പറേറ്റ് വേൾഡിന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും, അല്ലെങ്കിൽ അതിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷനുകളും ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷനും കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു വാദിക്കുന്നവരാണ് ഈ പറയുന്ന കോർപ്പറേറ്റുകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന മാർക്കറ്റ് ഫണ്ടമെന്റലിസ്റ്റുകൾ എന്ന് പറയാം. അപ്പോ ഇവരെ വളരെയധികം കണിശമായി എതിർക്കുന്ന, അവരെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യണമെന്ന് വാദിച്ച ഒരു വ്യക്തിയായിരുന്നു പ്രൊഫസർ രാകേഷ് ഖുറാന എന്ന് പറയാം. അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു പുസ്തകത്തിലൂടെ വളരെയധികം വ്യക്തമായിട്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മറ്റൊരു ഫേമസ് അമേരിക്കൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ജിം കോളിൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഹൗ മൈറ്റി ഫോൾ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ എങ്ങനെയാണ് ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ കോർപ്പറേറ്റിലുള്ള ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, കോർപ്പറേറ്റ് ആയിക്കോട്ടെ, അവർ എത്തിക്കലി അധപ്പതിക്കുന്നത്. ഓക്കെ. എത്തിക്കലി അവരുടെ എത്തിക്കൽ സ്റ്റാൻഡേർഡ് കൊളാപ്സ് ആവുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ എത്തിക്കലി അധപ്പതിക്കുന്ന ലെവലിലേക്ക് എത്തുന്ന വളരെ മോശപ്പെട്ട തീരുമാനങ്ങൾ, എത്തിക്കലി മോശം, പ്രോഫിറ്റ് ഫിനാൻഷ്യലി ബെസ്റ്റ് ആയിരിക്കാം, പക്ഷെ എത്തിക്കലി വളരെ മോശമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ലെവലിലേക്ക് ഒരു ബിസിനസ്സുകാരൻ എത്തുന്നത് ഒരു 5 സ്റ്റേജ് ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ഒന്നാണ് ഫസ്റ്റ്ലി പറയുന്നത്, കൂടുതൽ അഹങ്കാരമുള്ള ആളായി മാറുന്നു. അതായത് എന്താ പറയാ, സക്സസ് എന്ന് പറയുന്നത് അതെന്റെ ജന്മാവകാശമാണെന്ന് പറയുന്നവരായിരിക്കും അധിക ആളുകളും. അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്നത് എനിക്കൊരു എപ്പോഴും സംഭവിക്കേണ്ടതാണ്, ഫെയിലിയർ എന്ന് പറയുന്നത് എന്റെ കാഴ്ചപ്പാടിലേ ഇല്ല എന്ന് പറയുന്ന കുറെ അഹങ്കാരം, അല്ലെങ്കിൽ അരഗന്റ് ആയിട്ടുള്ള ആളുകളാണ്, സിഇഒമാരാണ്, മാനേജ്മെന്റിലുള്ള ടോപ്പ് ലെവലിലുള്ള ആളുകളാണ് ഈ പറയുന്നതിന്റെ ഫസ്റ്റ് ഇത്, അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിലേക്ക് കടക്കുക. അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിഹേവിയർ ആണ് ഇത്തരത്തിലുള്ള എത്തിക്കലി കൊളാപ്സ് ആവുന്ന,
എത്തിക്കലി ഡിമീൻ ചെയ്യപ്പെടുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഫസ്റ്റ് സ്റ്റേജ് അതാണ്. ഇനി അതിന്റെ സെക്കൻഡ് സ്റ്റേജ് പറയുന്നത് ഇങ്ങനെ അഹങ്കാരം കയറുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് സ്റ്റേജ് ആയിക്കൊണ്ട് റൂത്ത്ലെസ്ലി പെർസ്യൂഡ് മോർ. അതായത് വളരെ കൂടുതൽ, ഇനിയും കൂടുതൽ വേണം, അല്ലെങ്കിൽ ഇനിയും അധികമായിട്ട് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്തും മെഷേഴ്സിലൂടെയും ഒരുപാട് സമ്പാദിക്കാനും അല്ലെങ്കിൽ ഒരുപാട് സക്സസിലേക്ക് എത്താനും ശ്രമിക്കുന്നവരാണ്. വളരെ റൂത്ത്ലെസ് ആയിരിക്കും അവർ. ഒരു സൊസൈറ്റിയോട് കെയറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കൺസേൺ ഇല്ലാത്തവരായി മാറുമെന്നാണ് അദ്ദേഹം രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി കടക്കുന്ന രണ്ടാമത്തെ സ്റ്റെപ്പിനെ പറ്റി പറയുന്നത്. ഇത് വ്യക്തിയാവാം, കോർപ്പറേറ്റ് എൻറ്റയർ ആവാം. ഓക്കെ, എൻറ്റയർ കോർപ്പറേറ്റ് ആവാം. ഇനി മൂന്നാമത്തെ സ്റ്റേജ് അദ്ദേഹം പറയുന്നത് റിസ്ക് ഡിനയൽ സ്റ്റേജ് ആണ്. അതായത് എനിക്കൊരു റിസ്കുമില്ല, അല്ലെങ്കിൽ ഞാൻ എടുക്കുന്നതെല്ലാം വളരെ പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ എന്ത് റിസ്കിനെ എനിക്ക് ഫേസ് ചെയ്യാൻ കഴിയും, എന്തിനേയും മറികടക്കാൻ കഴിയുന്ന തീരുമാനങ്ങളാണ് എന്റേത് എന്ന് പറയുന്ന ആ ഒരു അലഗൻ സ്റ്റേജ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മൂഢത്തരം. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്, ആ ഒരു സ്റ്റേജിനെയാണ് എന്ത് പറയാ, റിസ്ക് അല്ലെങ്കിൽ റിസ്ക് ഡിനയൽ സ്റ്റേജ് എന്ന് പറയാം. ഇനി അടുത്തതായിക്കൊണ്ട് അദ്ദേഹം വേറൊരു സ്റ്റേജിലേക്ക് കടക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം എന്ത് ചെയ്യുന്നുണ്ട്, ഹെഡോണിസ്റ്റിക് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നുണ്ട്. ഹെഡോണിസ്റ്റിക് ട്രെഡ്മിൽ എന്നും പറയും. ഓക്കെ, ഈ ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഈ ഒരു ടെർമിനോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു വ്യക്തിക്ക് ഒരു പുതിയൊരു സ്റ്റിമുലി കിട്ടി. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റിമുലി കിട്ടിക്കഴിഞ്ഞാൽ ആ സ്റ്റിമുലിയിലൂടെ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സിലൂടെ അദ്ദേഹം ഫിക്സ് ചെയ്യും, ഇതാണ് എന്റെ പുതിയൊരു നോർമൽ. ഓക്കെ, അപ്പോൾ ഇനി ഇതിനേക്കാൾ കൂടുതൽ മോട്ടിവേറ്റ് ആവണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഹാപ്പിനെസ്സിലുള്ള, അല്ലെങ്കിൽ അതിനെ ബെറ്റർ ആയിട്ടുള്ള സ്റ്റിമുലി കിട്ടണം, അല്ലെ? ഇപ്പൊ നമ്മളുടെ കയ്യിൽ 1,00,000 രൂപ വന്നു കഴിഞ്ഞാൽ എല്ലാ മാസവും 1,00,000 രൂപ കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം നമുക്ക് കിട്ടുന്ന സമയത്ത് ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും, അല്ലെ? അപ്പൊ ഒരു സർട്ടൈൻ സമയത്ത് നമ്മളിപ്പോ യൂട്ടിലിറ്റിയെ പറ്റി പഠിക്കുന്ന സമയത്ത് അതുപോലെ തന്നെയാണ്. ഫസ്റ്റ് ടൈം നമുക്ക് കിട്ടുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. പിന്നീട് എന്ത് ചെയ്യും, അതൊരു ന്യൂ നോർമൽ ആയിട്ട് മാറും. അപ്പോ ഇനി പിന്നെയും ഒന്നുകൂടെ എക്സിറ്റ് ആവണമെങ്കിൽ ഈ തരുന്നതിന്റെ അല്ലെങ്കിൽ ആ സ്റ്റിമുലിയുടെ പവർ കൂടണം, അല്ലെ? അപ്പൊ ആ തരുന്ന എമൗണ്ട് കൂടണം. അപ്പൊ 1,00,000 എന്ന് പറയുന്നത് പിന്നീട് ഇതിന് 2,00,000 ആവുമ്പോഴാണ്, 2,00,000 ആയി കിട്ടുമ്പോഴാണ് നമ്മൾ ഇത്തൂടെ എക്സൈറ്റ് ആവുന്നത്. ഓക്കെ, അത് പിന്നെ കുറെ നാൾ നോർമൽ ആയിട്ട് പോകും. ഓക്കെ, നമ്മൾ നോർമൽ ആയിട്ട് മാറും. അപ്പൊ ഇങ്ങനെ ഈ ഒരു സ്റ്റേജിലേക്ക് ഈ പറയുന്ന വ്യക്തി എത്തും എന്നുള്ളതാണ് ഈ നാലാമത്തെ സ്റ്റേജിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അഞ്ചാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, ഇതിന് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സ്റ്റിമുലികൾ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ എക്സൈറ്റഡ് ആയിട്ടുള്ള പ്രൈസുകൾ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതിന് എക്സൈറ്റഡ് ആയിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാവാൻ വേണ്ടി, സക്സസ് ഉണ്ടാവാൻ വേണ്ടി ഏതറ്റം വരെയും പോകും എന്നുള്ള രീതിയിലേക്ക് ഒരു സൊസൈറ്റി, അല്ലെങ്കിൽ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, അധപ്പതിക്കും എന്നുള്ളതാണ് ഈ പറയുന്ന 5 സ്റ്റേജസ് ഓഫ് എത്തിക്കൽ ഡിമീനിങ്, അല്ലെങ്കിൽ ആ ഒരു എത്തിക്കൽ ലെവലിൽ താഴുന്ന ഒരു 5 സ്റ്റേജസ്, എത്തിക്കലി അധപ്പതിച്ചു പോകുന്ന ഒരു 5 സ്റ്റേജസിനെ പറ്റി അവിടെ പറയുന്നത്. അപ്പൊ ഈ ബിസിനസ്സിലുള്ള ഇത്തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഒക്കെ എന്ത് സംഭവിക്കും, നമ്മളെ സോഷ്യൽ വാല്യൂസിനെയും നമ്മളുടെ ബിഹേവിയറിനെയും നമ്മളെ പെരുമാറ്റത്തെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് അണ്ടർമൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ തുരങ്കം വെക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഈ പറയുന്നത് പോലെയുള്ള ടോക്സിക് എഡ്യൂക്കേഷൻ എന്ന് പറയാം. മറ്റൊന്ന് ഈ ടോക്സിക് എഡ്യൂക്കേഷനോട് എന്താണ് സംഭവിക്കുക, ഒരു ബിസിനസ്സിന് നമുക്കറിയാം പല വിഷൻസിലൂടെയാണ് നമ്മളൊരു ബിസിനസിന്റെ വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ അതിന്റെ വിഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഫ്യൂച്ചറിൽ വലിയൊരു കമ്പനി ആവുക, ലോകത്തെ ഇപ്പൊ ഒരു പവർ സെക്ടറിലുള്ള കമ്പനിയാണ് എങ്കിൽ രാജ്യം മൊത്തവും സസ്റ്റൈനബിൾ എനർജി കൊണ്ടുവരിക എന്നുള്ള വലിയൊരു വിഷനൊക്കെ ക്രിയേറ്റ് ചെയ്താൽ ഉണ്ടാവുക, അല്ലെ? പക്ഷെ അതേ സമയത്ത് പ്രോഫിറ്റ് ഇങ്ങനെ വ്യത്യസ്ത വിഷനുകൾ ഒക്കെ ഉള്ളപ്പോഴും അതിനൊപ്പം തന്നെയാണ് കമ്പനിയിലേക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന വിഷനും ഉണ്ടാവുക, അല്ലെ? അപ്പോ മറ്റെല്ലാ ഈ ഒരു ടോക്സിക് എഡ്യൂക്കേഷനിലൂടെ വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ വിഷനും എല്ലാം ബ്ലൈൻഡ് ആയിക്കൊണ്ട്, അല്ലെങ്കിൽ അതൊന്നും അവരുടെ മുന്നിൽ ഉണ്ടാവില്ല. ആകെ ഒരു വിഷൻ എന്ന് പറയുന്നതായിരിക്കും പ്രോഫിറ്റ് മാത്രം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇതിന്റെ ഒരു റിസൾട്ട്, അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുക, ഒരു ടോക്സിക് എഡ്യൂക്കേഷൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ ഇനി അടുത്തതായി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന എത്തിക്കൽ എഡ്യൂക്കേഷൻ കൊണ്ടുള്ള, അല്ലെങ്കിൽ എത്തിക്സ് ഇൻസ്ട്രക്ഷൻ കൊണ്ട്, അല്ലെങ്കിൽ എത്തിക്സിനെ പറ്റി ബിസിനസിന്റെ സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന ഈ ഇൻസ്ട്രക്ഷനിലൂടെ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഉണ്ടാവുന്നത് നോക്കാം. അപ്പൊ അതിൽ ഒന്നാമതായിട്ട് ഈ പറയുന്ന റെസ്പോൺസിബിൾ മാനേജ്മെന്റ്. ഓക്കെ, ഒരു മാനേജ്മെന്റ് കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ട് മാറുന്നു. അവർ ചെയ്യുന്ന ഓരോ ഡിസിഷനുകളും അതിന്റെ കോസ്റ്റ് ആൻഡ് എഫക്റ്റുകളെ പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യുന്ന ഒരു റെസ്പോൺസിബിൾ മാനേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന എത്തിക്കൽ ഇൻസ്ട്രക്ഷന്റെ ഒരു എഫക്റ്റീവ്നെസ് എന്ന് പറയാം. അപ്പൊ എത്തിക്കൽ ഇൻസ്ട്രക്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എത്തിക്കൽ എഡ്യൂക്കേഷനിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ
അതിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്, സസ്റ്റൈനബിലിറ്റി വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ലോങ് ടൈമിൽ നിലനിൽക്കുന്ന റിസോഴ്സുകളുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സൊസൈറ്റി രൂപീകരിക്കാനും ഒരു എൻവയോൺമെന്റ് നമുക്ക് രൂപീകരിക്കാനും നമുക്ക് സഹായിക്കുന്നു. അത് നമ്മളെ കമ്പനിയുടെ ലോങ് ടൈം എക്സിസ്റ്റൻസിന് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയാം അല്ലെ. അതല്ല നമ്മൾ കഴിഞ്ഞ സബ്ജക്റ്റിലായിട്ട് അല്ലെങ്കിൽ പാർട്ടിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അങ്ങനെ എത്തിക്കൽ ഇൻസ്ട്രക്ഷൻ കിട്ടുന്നതിലൂടെ ഓരോ കമ്പനികളും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു എത്തിക്കൽ ക്ലൈമറ്റ് രൂപീകരിക്കുന്നു. അതാണ് മറ്റൊരു എത്തിക്കൽ ഇൻസ്ട്രക്ഷൻ ഒരു കമ്പനി അതിന്റെ സ്റ്റാഫുകൾ കൊടുക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് പറയാം. ഓരോ കമ്പനികളും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള എത്തിക്കൽ ക്ലൈമറ്റ്, എത്തിക്കൽ ഡിസിഷനുകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടേതായിട്ടുള്ള ഒരു സ്കെയിൽ അവർ രൂപീകരിക്കുന്നു. അതിലൂടെ അവരുടെ ഓരോ തീരുമാനങ്ങളെയും പ്രോപ്പറായിട്ട് സ്ക്രൂട്ടിനി ചെയ്യുന്നു, അതിനുവേണ്ടിയുള്ള പ്രോപ്പറായിട്ടുള്ള സെക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എഫക്റ്റീവ് ബിസിനസ്, ഒരു എത്തിക്കൽ ഇൻസ്ട്രക്ഷന്റെ എഫക്റ്റീവ്നെസ്സിനെ സൂചിപ്പിക്കുന്നവയാണ്. മറ്റൊരു ഡിസ്കഷനാണ്, ഇതും ഒരു ചെറിയ ഡിസ്കഷനാണ്. നമ്മൾ പറഞ്ഞതിന്റെ ഏകദേശം ഒരു സമ്മറി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ബിസിനസ് എന്ന് പറയുന്നത് ബിസിനസ്സും എത്തിക്സും എന്ന് പറയുന്നത് ഒരു ഓക്സിമോറോൺ ആണോ? അതായത് പരസ്പര വിരുദ്ധമുള്ള രണ്ട് ടെർമിനോളജികളാണോ ബിസിനസ്സും എത്തിക്സും? അപ്പൊ നമുക്കറിയാം ബിസിനസ് എന്ന് പറയുന്നത് ചില ആളുകൾ ഇതിന് രണ്ട് ഗ്രൂപ്പ് ഉണ്ടെന്ന് തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായി അല്ലെ. ബിസിനസ് എന്ന് പറയുന്നത് ബിസിനസ് ആണ്, അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്ത ഉള്ള ഒരു ഏരിയ മാത്രമാണ് ബിസിനസ് എന്ന് പറയുന്നത്. ബിസിനസ് ഈസ് ഫോർ ബിസിനസ് എന്നാണ് ഒരു പർട്ടിക്കുലർ ടീം പറയാം. അപ്പോ അതേപോലെ ഇതിനെ ഓപ്പോസിറ്റ് ചെയ്യുന്നത് ബിസിനസ്സിൽ എത്തിക്സ് കൂടി ഉണ്ട്. ബിസിനസ്സിൽ ചില സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കൂടി പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റെല്ലാവരെയും കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഷെയർ ഹോൾഡേഴ്സിനെ മാത്രം പരിഗണിച്ചാൽ പോരാ എന്ന് പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് വ്യൂവും ഉണ്ട്, അതേപോലെ ഷെയർ ഹോൾഡേഴ്സ് വ്യൂ ഉണ്ട്. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സ് വ്യൂ എന്താണ്? ബിസിനസിന്റെ ഫണ്ട് നൽകിയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പൊ ഷെയർ ഹോൾഡേഴ്സിന് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കലാണ് അവരുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നതാണ് ഷെയർ ഹോൾഡേഴ്സ് വ്യൂ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അവിടെ സൊസൈറ്റിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് ബിസിനസിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സിന്റെ താല്പര്യങ്ങൾക്ക് എതിരായി ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം ഷെയർ ഹോൾഡേഴ്സ് തന്ന ക്യാഷ് എടുത്തിട്ട് നിങ്ങൾ സൊസൈറ്റിയിൽ എന്താണ് ചാരിറ്റി പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് അത് ഒരു ബിസിനസിനെ മാനേജ് ചെയ്ത് തന്നിട്ടുള്ള ആളുകൾ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്നതിന് തുല്യമാണ് എന്ന് വാദിക്കുന്നവരാണ് ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സ് വ്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ. ഓക്കെ, അപ്പൊ ഇത് പ്രധാനമായിട്ടും ഷിക്കാഗോ സ്കൂൾ എന്നാണ് അറിയപ്പെടുക. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് വ്യൂവിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് നൊബേൽ ലോററ്റും മിൽട്ടൺ ഫ്രൈഡ്മാനും. അപ്പോ ഇവർ രണ്ടുപേരുമാണ് പ്രധാനമായിട്ടും ഈ ഒരു വാദത്തെ കൂടുതലായിട്ട് തുടക്കത്തിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോ ഇവരെ തന്നെ ബിസിനസ് ഫണ്ടമെന്റലിസ്റ്റുകൾ എന്നുകൂടി പറയുന്നുണ്ട്. കാരണം ഫണ്ടമെന്റലി ബിസിനസ് എന്താണോ ഉദ്ദേശിക്കുന്നത്, ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഫണ്ടമെന്റൽ ആർഗ്യുമെന്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന, അതിനെ ഉയർത്തിപ്പിടിക്കുന്നവരാണ് ഈ ഫണ്ടമെന്റലിസ്റ്റുകൾ എന്ന് പറയുക. അപ്പോ ആ ഒരു ആർഗ്യുമെന്റുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്ത വ്യക്തികളാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചത്. അപ്പൊ ഇനി ആ സമയത്ത് ഷെയർ ഹോൾഡേഴ്സ് വ്യൂ നോക്കിയാലോ. അപ്പൊ ഷെയർ ഹോൾഡേഴ്സ് വ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും അതിന്റെ വ്യൂ എന്ന് പറയാം. ഷെയർ ഹോൾഡേഴ്സ് വ്യൂ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിന്റെ രണ്ടാമത്തെ വിഭാഗമായിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് വ്യൂയിലേക്ക് പോകാം. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വ്യൂ ആണ് ഇപ്പോ ഏകദേശം വളരെ കോമൺ ആയിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന, അധിക പബ്ലിക്കുകളും ഗവൺമെന്റുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് വ്യൂ ആണ്. എന്താണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് വ്യൂ? ആരാണ് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയാ? ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവരെയും സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയും. അപ്പൊ അതിൽ നമ്മളുടെ ബിസിനസിന്റെ ഓണേഴ്സ് ഉണ്ടാവും, അതിന്റെ എംപ്ലോയീസ് ഉണ്ടാവും, അതിന്റെ കസ്റ്റമേഴ്സ് ഉണ്ടാവും, അതിന്റെ ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും, ഗവൺമെന്റ് ഉണ്ട്. അപ്പോ ഇതിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവരെയും ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നറിയപ്പെടുന്നു. അപ്പോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കൂടി പരിഗണിക്കണം. ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ഇവരുടെ ഫേവേഴ്സിനെ, ബെനിഫിറ്റിനെ കൂടി പരിഗണിക്കണം, ഇവരുടെ കോസ്റ്റ് ആൻഡ് എഫക്റ്റുകളെ കൂടി പരിഗണിക്കണം എന്ന കാഴ്ചപ്പാടുള്ളവരാണ് ഈ പറയുന്ന എന്താണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് വ്യൂ അല്ലെങ്കിൽ ആ ഒരു ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്ന് പറയാം. അപ്പോൾ ഫേമസ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള പോൾ സാമുവൽസൺ ആണ്. അദ്ദേഹമാണ് ഈ ഒരു കാഴ്ചപ്പാടിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത തരത്തിലുള്ള ആർട്ടിക്കിളുകളൊക്കെ എഴുതി ഇതിനെ വലിയൊരു കൺസെപ്റ്റ് ആയിക്കൊണ്ട് വേൾഡ് മാർക്കറ്റിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ ഒരു സുപ്രീമസിയും അല്ലെങ്കിൽ പബ്ലിക്കിന്റെയും ഗവൺമെന്റിന്റെയും ഒക്കെ ഒരു ഫേവറായിട്ട് എഴുതിയത് കൊണ്ട് തന്നെ ഇത് വളരെയധികം പോപ്പുലറായി മാറുകയും ഇത് മറ്റ് കമ്പനികൾക്ക് നിസ്സംശയം അവർക്ക് എന്നല്ലെങ്കിൽ ഒരു മനസ്സിലോടെ ആണെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു, ഈ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഓക്കെ, അപ്പോ
കമ്പനികൾക്ക് അല്ലെങ്കിൽ കമ്പനികൾ കൃത്യമായി കൊണ്ട് സൊസൈറ്റി, കാരണം അവർ സൊസൈറ്റിയിൽ നിന്നാണ് അവർ ഓരോ മണിയും ഉണ്ടാക്കുന്നത് അല്ലെ, ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ സൊസൈറ്റിക്ക് എന്തെങ്കിലും തിരികെ നൽകണം എന്നതാണ് ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ആർഗ്യുമെന്റിന്റെ പ്രധാനപ്പെട്ട കോർ ഐഡിയ എന്ന് പറയാം. അപ്പൊ സൊസൈറ്റിക്ക് കൃത്യമായി കൊണ്ട് ഈ ഒരു അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കൃത്യമായിട്ടുള്ള പരിഗണന അവരുടെ ഓരോ ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് നൽകണം. അതിനെ കൂടി പരിഗണിച്ച് മാത്രമേ നിങ്ങൾ ഡിസിഷൻ എടുക്കാവൂ എന്നുള്ളതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വാദം. പിന്നീട് മറ്റൊരു എക്കണോമിസ്റ്റ് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു എക്കണോമിസ്റ്റ് പിന്നീട് കൊണ്ടുവന്ന ഒരു ഇതിനെ കൂടുതൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമിലേക്ക് കൊണ്ടുവരുന്നു. കാരണം ഇതിനെതിരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഒരു കൂടുതൽ സിസ്റ്റമാറ്റിക് ആയിക്കൊണ്ട് നൽകിയ ഒരു ചട്ടക്കൂട് നൽകിയത് എഡ്വാർഡ് ഫ്രീമാൻ എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം അദ്ദേഹം ചില പ്രൊപ്പോസിഷൻ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇപ്പോ ഈ രണ്ട് പാർട്ടികളെയും ഏകദേശം ഒന്ന് ഫേവർ ചെയ്ത് നിർത്തണം എന്നുള്ള, അല്ലെങ്കിൽ ഇവരുടെ ഈ രണ്ട് ഫണ്ടമെന്റലിസ്റ്റുകളെയും അതേപോലെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് വ്യൂ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയും ഒരേപോലെ അല്ലെങ്കിൽ പോലും കൂടുതൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇറക്കിയിട്ടുള്ളതാണ്. ബിസിനസിനെയും എത്തിക്സിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് പോയിന്റ് ആയി പറയുന്നത് ബിസിനസിനെയും എത്തിക്സിനെയും രണ്ടായി തന്നെ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യാൻ ഒരു ബിസിനസ് തയ്യാറാവണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, രണ്ടാണെന്ന് പറയുന്നവർക്കും ഒരു പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ അതിന് സെപ്പറേറ്റ് സ്റ്റഡി ചെയ്യണം എന്ന്, അല്ലെങ്കിൽ അതിനെ ബിസിനസിന്റെ കൂടെ തന്നെ കൊണ്ടുപോവുകയും വേണം, ഒപ്പം തന്നെ ബിസിനസിന്റെ സെപ്പറേറ്റ് ആയി സ്റ്റഡി ചെയ്യുകയും വേണം എന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ആർഗ്യുമെന്റ് വിളിക്കുന്ന പേരാണ് സെപ്പറേഷൻ ഫാലസി എന്ന് പറയുക. പിന്നെ അദ്ദേഹം കൊടുത്ത രണ്ടാമത്തെ ഒരു പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ തീസിസ് ആണ്. അതായത് എത്തിക്സും ബിസിനസ്സും, അല്ലെങ്കിൽ എത്തിക്കൽ ഡിസിഷനും ബിസിനസ് ഡിസിഷനും, ഇവർ രണ്ടിലും പരസ്പരം ഇന്റർറിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് ഒരു ബിസിനസ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ ഒരു എത്തിക്കൽ വ്യൂ ഉണ്ടായിരിക്കും. അതേപോലെ ഒരു എത്തിക്കൽ ഡിസിഷൻ ആണ് എടുക്കുന്നതെങ്കിൽ അതിലൂടെ ഒരു ബിസിനസ് വ്യൂ കൂടി കാണുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ബിസിനസ് പ്രൊപ്പോസൽ അല്ലെങ്കിൽ ബിസിനസ് എയിം കൂടി അതിനുണ്ടായിരിക്കും എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു ഇവൈ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു കമ്പനി, ഓക്കെ, ഏൺസ്റ്റ് ആൻഡ് യംഗസ്റ്റ് എന്ന കമ്പനി, അവർ ഈ എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള എംപ്ലോയീസ്, അല്ലെങ്കിൽ വർക്ക് പ്ലേസ് സിറ്റുവേഷൻ ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇവൈ എന്ന് പറയാം. അതിന് ഒരുപാട് അപ്രീസിയേഷനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഫേവർ ആക്കുന്നത്, ആ ഒരു എത്തിക്കൽ ഡിസിഷൻ എടുക്കുന്നത് എന്തുദ്ദേശിച്ചു കൂടിയാണ്, ഇവർക്ക് ബെറ്റർ ആയിട്ടുള്ള ക്ലയന്റിനെ കിട്ടാനും ആ ബെറ്റർ ആയിട്ടുള്ള ക്ലയന്റിലൂടെ അത് നല്ലൊരു ബ്രാൻഡ് വാല്യൂ ക്രിയേറ്റ് ചെയ്യാനും അതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബിസിനസ് ഡിസിഷനും എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു ബിസിനസ് വ്യൂ കൂടി അവിടെ എന്തിലുണ്ട്, ഒരു എത്തിക്കൽ ഡിസിഷൻ എടുക്കുന്ന സമയത്തുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതേപോലെ ഒരു ബിസിനസ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഒരു എത്തിക്കൽ വ്യൂ കൂടി അതിനുണ്ടാവണം എന്ന് പറയുന്നു. ഓക്കെ, അതാണ് അദ്ദേഹം രണ്ടാമതായി പറഞ്ഞു വെക്കുന്നത്. പിന്നെ അദ്ദേഹം ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഈ പറയുന്നത് പോലെ, ആർക്ക് വേണ്ടിയാണ് നമ്മൾ ബിസിനസ് ചെയ്യണമെന്ന് ആലോചിക്കണം, അല്ലെങ്കിൽ എന്ത് പർപ്പസാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആർക്കാണ് ഇത് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്നിങ്ങനെ ഉള്ള ഒരുപാട് വിപ്ലവകരമായിട്ടുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഫൈനലി മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് കമ്പനി എടുക്കുന്ന തീരുമാനത്തിലൂടെ മറ്റുള്ളവർക്കുണ്ടാവുന്ന എഫക്റ്റുകൾക്ക് ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് പറയുന്നത് ഒരു സാധാരണ എത്തിക്കലായിട്ടുള്ള ഒരു വ്യക്തി ചെയ്യുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു റെസ്പോൺസിബിലിറ്റി ക്രൈസിസിനെ കൂടി അവിടെ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് അദ്ദേഹം ഓരോന്നിനെയും, അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വാല്യൂ ആണ്, അല്ലെങ്കിൽ ആ വ്യൂ ആണ് ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ളത്, ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഫൈനലി ഇതോടുകൂടി നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. പക്ഷെ എങ്കിൽ പോലും ഇതിന്റെ അവസാനത്തിൽ ഒരു കേസ് സ്റ്റഡി പറയുന്നുണ്ട്. അത് നമ്മൾക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഗെയിമിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ, ഓക്കെ, ഗെയിമിംഗ് ഇൻഡസ്ട്രി, നമ്മൾ ഈ പറഞ്ഞ എത്തിക്സിന്റെ ഒക്കെ വാല്യൂ സ്റ്റഡി, ഒരു ബേസിക് കൺസെപ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇത് വെച്ചിട്ട് ഗെയിമിംഗ് കഴിഞ്ഞ പാസ്റ്റ് പാൻഡമിക് സമയം നോക്കിക്കഴിഞ്ഞാൽ ഗെയിമിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ ബൂമായിട്ടുള്ളതാണ്. ഓക്കെ, അത് വ്യത്യസ്ത തരത്തിലുള്ള ഗെയിമുകളുണ്ട്, അല്ലെങ്കിൽ സിംഗിൾ പേഴ്സൺ ഗെയിമുകളുണ്ട്, അല്ലെങ്കിൽ ആളുകൾക്ക് അവരുടേതായിട്ടുള്ള ലോകത്തിറങ്ങിക്കൊണ്ട് എന്തും ചെയ്യാൻ കഴിയുന്ന അങ്ങനെ ഒരു പേഴ്സണ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവരുടെ ഒരു ഫാന്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ഇൻഡൽജ് ആവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഗെയിമുകളൊക്കെ ഒരുപാടുണ്ട് അല്ലെ. അപ്പൊ ഈ ഗെയിമിംഗ് ഇൻഡസ്ട്രി അവിടെ പ്രധാന ലാഭം ഉണ്ടാക്കുന്നത് കൂടുതൽ നേരം കുട്ടികളെയും അതിനെ എൻഗേജ് ആയിട്ടുള്ള യൂത്തിനെയും അതിലേക്ക് എൻഗേജ് ചെയ്തിരുത്തുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ കൂടുതൽ ടൈമിലൂടെ അതിൽ പിടിച്ചിരുത്തുന്നതിലൂടെ അവർക്ക് കൂടുതൽ ആഡ് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ആഡിലൂടെയും സബ്സ്ക്രിപ്ഷനിലൂടെയും പേയ്മെന്റുകളിലൂടെയൊക്കെ ഒരുപാട് ക്യാഷ് ജനറേറ്റ് ചെയ്യാനും കഴിയും. അപ്പോ
ഇങ്ങനെ ഒരു തീരുമാനത്തിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്ന അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് കമ്പനികളെ സംബന്ധിച്ച് ഒരുപക്ഷെ അവർ പ്രോഫിറ്റ് ഇങ്ങനെ മാക്സിമം ജനറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരു പാൻഡമിക്കിന്റെ ഒരു സെറ്റ് ഒരു എൻഡ് പീരിയഡ് ടൈം എന്ന് പറയുന്നത് ആളുകൾക്ക് സോഷ്യൽ മീഡിയയും ഇതേപോലെ ഗെയിം തുടങ്ങിയുള്ള ഗെയിം ഇൻഡസ്ട്രി ഒക്കെ യൂസ് ചെയ്തതിനു ശേഷം കുട്ടികളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ എന്ത് ചെയ്യാൻ അല്ലെങ്കിൽ കുട്ടികളെ അതിൽ നിന്നും ടെക് വേൾഡിൽ നിന്നും ഒന്ന് കണക്ഷൻ വിടിയിപ്പിക്കാൻ ഭയങ്കരമായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് മാറിയതായിട്ട് ഒരുപാട് സ്റ്റഡീസ് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ അവരെ സൈക്കോളജിയും മെന്റലിയും ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് തരത്തിൽ മോശമായിട്ട് എഫക്റ്റ് ഉണ്ടാക്കിയതാണ് ഈ പറയുന്ന ഗെയിമിംഗ് ഇൻഡസ്ട്രി എന്നും വാദിക്കുന്നുണ്ട്. അപ്പൊ ഇതിലുള്ള നിങ്ങളുടെ ടേക്ക് എന്താണ്? ഇത് കമ്പനിയെ സംബന്ധിച്ച് അവർ ചെയ്തത് ശരിയാണോ? അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അവരെ സംബന്ധിച്ച് കൂടുതൽ കമ്പനികൾക്ക് കസ്റ്റമർ ഉണ്ടാവണമെങ്കിൽ കൂടുതൽ എൻഗേജിങ് ആയിട്ടുള്ള ഗെയിമുകൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ കൊടുക്കണം. അല്ലെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്യത്യസ്ത പ്രൊഡക്റ്റുകൾ അവർക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് നോക്കുമ്പോഴുള്ള ആ ഒരു എത്തിക്കൽ വ്യൂവും അതേപോലെ ഗെയിമിംഗ് ഇൻഡസ്ട്രിയുടെ മൂലമുണ്ടാവുന്ന ആഫ്റ്റർ എഫക്റ്റിലൂടെ ഉണ്ടാവുന്ന ഒരു റിസൾട്ടും അവ തമ്മിലുള്ള ഒരു ടേക്ക് അല്ലെങ്കിൽ അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നതാണ് ഇവിടെ ഒരു ആക്ടിവിറ്റി ആയിട്ട് പറയുന്നത്. അപ്പോ ഇതോടുകൂടി നമ്മൾ ഈ ഒരു ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. ഒരു ബേസിക് സ്ട്രക്ചർ ആണ് ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങോട്ട് നമ്മൾ വ്യത്യസ്ത കാര്യങ്ങളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് വ്യത്യസ്ത ഫസ്റ്റ് പാർട്ടിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് എത്തിക്സ് എന്താണെന്നും എത്തിക്സും ലോയും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ബിസിനസ് എത്തിക്സ് ഡ്യൂറിങ് ഗ്ലോബലൈസേഷൻ പീരീഡിൽ ഉണ്ടാവുന്ന ഗ്ലോബലൈസേഷനും ഈ പറഞ്ഞ എത്തിക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അതേപോലെ സസ്റ്റൈനബിലിറ്റി ബിസിനസ് എത്തിക്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അതേപോലെ ബിസിനസ് എത്തിക്സ് ആൻഡ് എഡ്യൂക്കേഷൻ റെലവൻസുകൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. മാത്രമല്ല ഷെയർ ഹോൾഡേഴ്സും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഷെയർ ഹോൾഡേഴ്സ് വ്യൂ ഉണ്ട്, ഈ പറയുന്നത് പോലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വ്യൂ ഉണ്ട്. ഈ രണ്ട് വ്യൂവിൽ ഏതിനാണ് പ്രൊമിനൻസി ഉള്ളത്, അല്ലെങ്കിൽ എന്താണ് ഇവർ രണ്ടുപേരും വാദിക്കുന്ന ഒരു വാദങ്ങൾ എന്താണ്, ആർഗ്യുമെന്റ്സുകൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് പഠിക്കുക. എന്താ നമ്മളെ ബേസിക് സെറ്റ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു ബ്ലോക്ക്. വളരെ കൃത്യമായിട്ടും സൂക്ഷിച്ചും പഠിക്കുക. ഇതിലെ ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു. കീപ് ലേണിംഗ്.